നമസ്കാരം. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നിലെ കാരണങ്ങൾ കേരള CPM കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിൽ ഒരെണ്ണം മാത്രമാണ് CPM നേതൃത്വത്തിലുള്ള LDF നേടിയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഭരണകക്ഷിയായ CPM തങ്ങളുടെ കോട്ടകളിൽ പ്രത്യേകിച്ച് വോട്ട് നഷ്ടത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ വിലയിരുത്താനും തന്ത്രം മെനയാനും സമഗ്രമായ പദ്ധതികളാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന BJP സ്വാധീനത്തെ പ്രതിരോധിക്കേണ്ടത് ആവശ്യമായ ഒരു കാര്യം കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 20-ൽ ഒരെണ്ണം മാത്രമാണ് CPM നേതൃത്വത്തിലുള്ള LDFന് ലഭിച്ചത്. 2019 മുന്നണിക്ക് സമാനമായ തിരിച്ചടി നേരിട്ടപ്പോൾ 2024 ഫലവും ഗൗരവപരമായി ചർച്ച ചെയ്യപ്പെട്ടു. എന്നിരുന്നാലും CPMനെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് പരമ്പരാഗത മാർക്സിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളായ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ ഇടതുപക്ഷ കോട്ടകൾ എന്നിവിടങ്ങളിൽ BJPയുടെ സ്വാധീനമാണ്. ഇന്നത്തെ കോൺഗ്രസ് ആണ് നാളത്തെ BJP എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യരുതെന്ന് CPM അതിൻ്റെ പ്രചാരണത്തിലുടനീളം വോട്ടർമാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളിലുടനീളം ഈ വികാരം ആവർത്തിച്ചുള്ള ഒരു വിഷയമായിരുന്നു. വോട്ടർമാരിൽ ഒരു പറ്റം വിഭാഗം അവരുടെ ഉപദേശം ശ്രദ്ധിക്കുകയും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും പകരം BJPയെ പിന്തുണയ്ക്കുകയും ചെയ്തതായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പരമ്പരാഗത OBC ഈഴവ വോട്ട് ബാങ്കിലെ ഒരു വിഭാഗം BJPയിലേക്ക് മാറിയതും CPMനുള്ളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഈഴവ സമുദായത്തിനുള്ളിൽ BJPയുടെ മുന്നേറ്റം ഉറപ്പിക്കുന്നതിനുള്ള സമഗ്രമായ ശ്രമങ്ങൾ സംഘപരിവാറുകാർ ഏറ്റെടുക്കുന്നതോടെ തകർന്ന അടിത്തറ വീണ്ടെടുക്കുക എന്ന CPMന്റെ ദൗത്യം കൂടുതൽ കടുപ്പമേറിയതാവും. അതുപോലെ ക്രിസ്ത്യൻ ജനസംഖ്യയുടെ ഒരു വിഭാഗത്തിന്മേൽ BJPയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. BJPയുടെ വിപുലീകരണത്തെ അവഗണിക്കുന്നത് അപകടകരമാണെന്ന് CPMലെ പലരും വിശ്വസിക്കുന്നുണ്ട്. ഇത് കേരളമാണ്, ഇവിടെ BJP ഒരിക്കലും വിജയിക്കില്ല എന്ന് പറഞ്ഞാൽ പോരാ എന്നുള്ളതും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ അടിത്തറ BJPയിലേക്ക് ഗണ്യമായി മാറുന്നതിന് സാക്ഷ്യം വഹിച്ച പശ്ചിമ ബംഗാളിലേക്ക് കേരള CPM നോക്കേണ്ടതായിട്ടുണ്ട്. നിരവധി ഇടതുപക്ഷ നേതാക്കൾ, പ്രവർത്തകർ, കേഡർമാർ എന്നിവർക്ക് മാർക്സിയൻ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് RSS പ്രത്യയശാസ്ത്രത്തിലേക്കുള്ള മാറ്റം സ്വാഭാവികമായ പുരോഗതിയായി മാറുന്നത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് പുറമെ സംഘടനാപരമായ കാര്യമായ വെല്ലുവിളികളും CPM അഭിമുഖീകരിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന കണ്ണൂർ ഇപ്പോൾ വലിയ തോതിലുള്ള വിവാദങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ്. CPM മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മനു തോമസ് ആണ് അടുത്തിടെ പാർട്ടിയിലെ ഒരു ഉന്നത നേതാവിന്റെ മകനെ സ്വർണ്ണക്കടത്തിന്റെയും അധോലോക പ്രവർത്തനങ്ങളുടെയും രാജാവെന്ന് ആരോപിച്ച് വിവാദമുണ്ടാക്കിയത്. വ്യക്തമായ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് തന്നെ CPM ജില്ലാ നേതൃത്വം ഈ ആരോപണം നിഷേധിച്ചു. മറുവശത്ത് കേരളത്തിലെ CPMന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ സഖ്യകക്ഷിയായ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാർട്ടിക്കാർ ഉൾപ്പെടുന്ന ഭയാനകമായ സ്വർണ്ണക്കടത്തിനെയും അധോലോക പ്രവർത്തനങ്ങളെയും കുറിച്ച് ആഞ്ഞടിക്കുകയും ചെയ്തു. കരിവള്ളൂർ, തില്ലങ്കേരി കർഷക പ്രക്ഷോഭങ്ങളുടെ പ്രൗഢമായ പൈതൃകമാണ് കണ്ണൂരിൽ ലഭിച്ചത്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ചെങ്കൊടിയെ അപമാനിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം നിഴൽ ഘടകങ്ങളിൽ നിന്ന് അകന്നു നിന്നാൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാനാകൂ എന്ന് ഇടതുപക്ഷ നേതാക്കൾ വിശ്വസിക്കുന്നു. അധോലോകത്തിന് കീഴടങ്ങുകയും അഴിമതി ഫണ്ടുകളുടെ കുഴലൂത്തുകാരായി മാറുകയും ചെയ്യുന്നവർ ഇടതുപക്ഷ തത്വങ്ങളെ ശരിക്കും വഞ്ചിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. തെറ്റിതിരുത്തൽ രേഖയിലൂടെ CPM പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ട സമയമാണിതെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. ബ്യൂറോക്രാറ്റിസം, വിഭാഗീയത, ധിക്കാരം, ആഡംബര ജീവിതശൈലി, അങ്ങനെ കമ്മ്യൂണിസത്തിന്റെ തത്വങ്ങൾക്ക് വിരുദ്ധമായ ഏതെങ്കിലും ദുരാചാരങ്ങൾ എന്നിങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചേരാത്ത എല്ലാ ഗുണങ്ങളും ഉപേക്ഷിക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ മുന്നണിയുടെ വിന്യാസം.